നമസ്തേ. മെറ്റ മെഡിറ്റേഷൻ പാലി എന്ന പുരാതന ഇന്ത്യൻ ഭാഷയിൽ നിന്നാണ് മെറ്റ എന്ന വാക്ക് ഒറിജിൻ ചെയ്തത് എന്നൊക്കെയാണ് ചില ആളുകൾ വാദിക്കുന്നത്. ഗൗതമ സിദ്ധാർത്ഥ ബുദ്ധന്റെ കാലത്ത് അദ്ദേഹം പ്രചരിപ്പിക്കുകയും അല്ലെങ്കിൽ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്തിരുന്ന ഒരു ധ്യാന രീതിയാണ് മെറ്റ മെഡിറ്റേഷൻ എന്നും പറയപ്പെടുന്നു. മെറ്റ മെഡിറ്റേഷൻ ഇന്ന് വളരെ പോപ്പുലർ ആണ്. കാരണം ഭയത്തിന്റെയും ദേഷ്യത്തിന്റെയും വെറുപ്പിന്റെയും ഈ ഒരു കാലഘട്ടത്തിന്റെ ആവശ്യകതയാണ് മെറ്റ മെഡിറ്റേഷൻ. മെറ്റ മെഡിറ്റേഷൻ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതും അതിന്റെ ബെനിഫിറ്റ്സുമാണ് ഞാൻ വളരെ ബ്രീഫ് ആയിട്ട് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇത് മുഴുവൻ കണ്ടതിന് ശേഷം മാത്രം മെഡിറ്റേഷനിലേക്ക് പോവുക. ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഏത് സ്ഥലത്ത് വെച്ചും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യവുമാണ്. ഇതിൽ ചില അഫർമേഷൻസ് അല്ലെങ്കിൽ ചില പ്രയറുകൾ, മെറ്റ പ്രയേഴ്സ് എന്നൊക്കെയാണ് പറയുന്നത്. ഇത് നമുക്ക് മനസ്സിൽ പറയാം അല്ലെങ്കിൽ ഉറക്കെ പറഞ്ഞുകൊണ്ടും ചെയ്യാം. അത് നിങ്ങളുടെ ചോയ്സ് ആണ്. നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിന്റെ സ്റ്റെപ്പുകളിലേക്ക് കടക്കാം. ആദ്യമായിട്ട് വേണ്ടത് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. എല്ലാ മെഡിറ്റേഷനിലെയും പോലെ തന്നെ നമുക്ക് ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഉണ്ടാകാത്ത, നമുക്ക് ജഡ്ജ്മെന്റ് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ആദ്യമായിട്ട് ഇതിനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ഇത് ചിലപ്പോൾ നിങ്ങളുടെ ഓഫീസ് റൂം ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഒരു മുറിയായിരിക്കാം, ബെഡ്റൂം ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഗാർഡൻ ആയിരിക്കാം, എനിവേർ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏത് സ്ഥലവുമായിരിക്കാം. അപ്പൊ അവിടെ ഇരുന്നതിന് ശേഷം നമ്മൾ ആദ്യമായിട്ട് നമ്മളിലേക്ക് തന്നെ ഒന്ന് ട്യൂൺ ചെയ്യേണ്ടതുണ്ട്, നമ്മളിലേക്ക് തന്നെ ഒന്ന് എർത്ത് ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് എല്ലാ മെഡിറ്റേഷനിലും നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ബ്രീത്തിങ് ടെക്നിക്കാണ്. അപ്പൊ നമ്മൾ ശാന്തമായിട്ടിരുന്ന് നമ്മുടെ ശ്വാസത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ ശാന്തമായിട്ട് ശ്വസിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മളുടെ ശ്വാസം നോർമലായിട്ട് എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുകയാണ്. അതിനുശേഷം ജസ്റ്റ് ഒരു ഡീപ് ബ്രീത്ത് എടുക്കുക. സാധാരണ രീതിയിലുള്ള ഒരു ഡീപ് ബ്രീത്ത് എടുക്കുക. ഡീപ് ബ്രീത്ത് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് വളരെ വിശദമായിട്ട് മുൻപ് ഒരുപാട് വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല, ഉള്ളിലേക്ക് സ്ലോ ആയിട്ട് എയർ എടുക്കുന്നു, അതിനുശേഷം ഹോൾഡ് ചെയ്യുന്നു. നമുക്ക് പറ്റുന്നത് പോലെ ആ ഹോൾഡ് ചെയ്തതിന്റെ ഇരട്ടി സമയം കൊണ്ട് സ്ലോ ആയിട്ട് എക്സ്ഹേൽ ചെയ്യുന്നു. ഇത് 2-3 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു കാംനെസ്സും ഒരു റിലാക്സേഷനും നമ്മളിലേക്ക് തന്നെയുള്ള ഒരു അവയർനെസ് ഇൻക്രീസ് ആയതൊക്കെ ശരിക്കും ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. ഡീപ് ബ്രീത്തിങ് മാത്രം ചെയ്യുന്നത് പോലും പല വിധത്തിലുള്ള ദേഷ്യമൊക്കെ കൂടുന്ന സമയത്ത് ഡീപ് ബ്രീത്തിങ് ചെയ്യുകയാണെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ നമ്മളെ സഹായിക്കും. ഈ മെറ്റ മെഡിറ്റേഷനും ഇതുപോലെ ഈ കോപത്തിനെയൊക്കെ നിയന്ത്രിക്കാനായിട്ടുള്ള മനഃശക്തി നമുക്ക് തരാൻ ശക്തിയുള്ള ഒരു കാര്യമാണെന്നും കൂടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ബ്രീത്ത് ചെയ്തതിന് ശേഷം നമ്മളിലേക്ക് ഒന്ന് എർത്ത് ചെയ്യുകയാണ്. നമ്മളുടെ ഹാർട്ട് ബീറ്റ് എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ണുകൾ അടയ്ക്കാവുന്നതാണ്. അത് ചിലപ്പോൾ നിങ്ങളെ കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് നിങ്ങളുടെ ഉള്ളിലെ കാര്യങ്ങളെ വിഷ്വലൈസ് ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പൊ കണ്ണുകൾ അടച്ചിരുന്നിട്ട് നമ്മുടെ ബ്രീത്ത്, നമ്മുടെ ഹാർട്ട് ബീറ്റ് നമ്മളിലേക്ക് തന്നെ ശ്രദ്ധിക്കുകയാണ്. എന്നിട്ട് നമ്മൾ അവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുകയാണ് നമ്മളിപ്പോ ഒരു കുഴപ്പമില്ലാത്ത അവസ്ഥയിലാണ്, അല്ലെങ്കിൽ നമ്മളൊരു വെൽബീയിങ്ങിലാണ്. ഇനി നമുക്ക് എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടെങ്കിലും അതിൽ നിന്ന് നമ്മുടെ ഫോക്കസ് മാറ്റി നമ്മുടെ ആ വെൽബീയിങ്ങിന്റെ ഒരു ഭാഗം എന്തായാലും നമുക്ക് അല്പമെങ്കിലും ബാക്കിയുണ്ടാവും, അതിലേക്ക് ശ്രദ്ധ കൊടുക്കുക. എന്റെ ആ ഒരു നല്ല അവസ്ഥയിലേക്ക് ശ്രദ്ധ കൊടുക്കുക. അങ്ങനെ നിങ്ങൾ കണ്ണടച്ചോ കണ്ണ് തുറന്നോ ഇരുന്ന് മനസ്സിലോ അല്ലെങ്കിൽ ഉറക്കെയോ ആയിട്ട് മെറ്റ പ്രയേഴ്സിലേക്ക് പതിയെ എൻ്റർ ചെയ്യാനായിട്ട് പോവുകയാണ്. ഈ മെറ്റ പ്രയേഴ്സ് നിങ്ങൾക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്ന്, നിങ്ങളിൽ നിന്ന് തുടങ്ങി പുറത്തേക്ക് പോകാം. ഒന്ന്, പുറത്തു നിന്ന് തുടങ്ങി നിങ്ങളിലേക്ക് വരാം. ഇതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ്. നിങ്ങൾക്ക് ഇത് പലതും മാറി മാറി ഉപയോഗിക്കുകയും ചെയ്യാം. ഇപ്പൊ കൺവീനിയൻസിന് വേണ്ടി ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് നമ്മളിൽ നിന്ന് തന്നെ തുടങ്ങി പുറത്തേക്ക് പോകുന്ന രീതിയിലുള്ള മെത്തേഡാണ്. അപ്പൊ അതിന് ആദ്യമായിട്ട് ശാന്തമായിട്ട് ഈ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ കൈകൾ കൂപ്പി പിടിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും യോഗ മുദ്രയിൽ കൈകൾ വെക്കാം. അപ്പൊ നമ്മൾ ഈ മെഡിറ്റേഷന്റെ ആദ്യ സ്റ്റെപ്പ് ബ്രീത്തിങ്ങും ഹാർട്ട് ബീറ്റിലൊക്കെ ശ്രദ്ധിച്ച് നമ്മളിലേക്ക് എർത്ത് ചെയ്ത് നമ്മൾ ഈ റിലാക്സ്ഡ് ആയിട്ടുള്ള സ്റ്റേജിൽ ഇരുന്നിട്ട് വളരെ ശാന്തമായിട്ട് ഇരുന്നുകൊണ്ട് നമ്മൾ മെറ്റ പ്രയേഴ്സ് ഉരുവിടാനായിട്ട് പോവുകയാണ്. ഇനി കണ്ണുകൾ അടച്ചു പറയേണ്ടവർക്ക് ആ രീതിയിൽ ചെയ്യാം, ഉറക്കെ പറയേണ്ടവർക്ക് ഉറക്കെ പറയാം, മനസ്സിൽ പറയേണ്ടവർക്ക് മനസ്സിൽ പറയാം. ഞാൻ ആദ്യം പറഞ്ഞു, അത് നിങ്ങളുടെ പ്രിഫറൻസ് ആണ്. മെറ്റ മെഡിറ്റേഷന്റെ ഒരു പ്രത്യേകതയാണ് ഇതിൽ മെറ്റ പ്രയേഴ്സ് അല്ലെങ്കിൽ അഫർമേഷൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ ഇങ്ങനെ മനസ്സിലേക്ക് ഉറപ്പിക്കുന്ന ഒരു സ്റ്റെപ്പാണ് ഇതിന്റെ പ്രധാനപ്പെട്ടതും ഇത് മറ്റു മെഡിറ്റേഷനുകളിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നതുമായിട്ടുള്ള കാര്യമാണ്. സോ നമ്മൾ റിലാക്സ്ഡ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ട് ഇരുന്നിട്ട് പറയുകയാണ്, ഞാൻ സുരക്ഷിതനായിരിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ സുരക്ഷിതയായിരിക്കട്ടെ. വീണ്ടും അതൊരു 2-3 തവണ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഞാൻ സുരക്ഷിതനായിരിക്കട്ടെ, ഞാൻ സുരക്ഷിതയായിരിക്കട്ടെ. ഇത് നിങ്ങളുടെ ജെൻഡർ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു മാനസിക നില അനുസരിച്ചിട്ട് നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് പറയുകയാണ്. ഇത് മനസ്സിലേക്ക് ഉറപ്പിക്കുകയാണ്. അതിനുശേഷം ഇതിന്റെ അടുത്തൊരു പ്രയർ വരുന്നത്, ഈ പ്രയർ ഇതേ ഓർഡറിൽ തന്നെ വരണം എന്നൊന്നും നിർബന്ധമില്ല. ഏകദേശം ഈ ഒരു മീനിങ്സ് നമ്മുടെ മനസ്സിനെ അങ്ങോട്ട് നമ്മൾ ട്രെയിൻ ചെയ്യുകയാണ്. ഇനി അടുത്ത പ്രയർ വരുന്നത്, ഞാൻ സന്തോഷവാനായിരിക്കട്ടെ, ഞാൻ സന്തോഷവാനായിരിക്കട്ടെ, ഞാൻ സന്തോഷവാനായിരിക്കട്ടെ. നെക്സ്റ്റ് വൺ ഈസ്, ഞാൻ ആരോഗ്യവാനായിരിക്കട്ടെ, ഞാൻ ആരോഗ്യവാനായിരിക്കട്ടെ,
ഞാൻ ആരോഗ്യവാനായിരിക്കട്ടെ. പിന്നീട് പറയുകയാണ്, എൻ്റെ മനസ്സിന് ശാന്തി കൈവരട്ടെ, എൻ്റെ മനസ്സ് ശാന്തമായിരിക്കട്ടെ, എൻ്റെ മനസ്സ് ശാന്തമായിരിക്കട്ടെ, അല്ലെങ്കിൽ പീസ്ഫുൾ ആയിരിക്കട്ടെ എന്ന് മനസ്സിൽ നമ്മൾ ഉറപ്പിക്കുകയാണ്. അപ്പൊ സിമ്പിൾ പ്രൈസിൽ ഇത് മനസ്സിലേക്ക് കൊടുക്കുക. കാരണം അത് നമ്മൾ റിലാക്സ്ഡ് സ്റ്റേജിലാണ് പറയുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ അത് ഏകദേശം ഒരു സബ് കോൺഷ്യസ് ലെവലിലേക്ക് ഒരു ആക്സസ് കിട്ടുന്നതിന്റെ തൊട്ടടുത്തുള്ള ഒരു അവസ്ഥ ആയതുകൊണ്ട് തന്നെ അത് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഈ അഫർമേഷൻസ് പോവുകയും ഇത് പതുക്കെ നമ്മുടെ മനസ്സ് പഠിച്ചിട്ട് നമ്മുടെ റിയാലിറ്റിയിലേക്ക് പതിയെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തോളും. അത് നമ്മുടെ കാര്യമല്ല, നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ് അതിനെ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ എന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ നിന്നിട്ട്, ആ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നിട്ടാണ് ഇപ്പൊ സംസാരിച്ചത്. നമ്മൾ അല്ലെങ്കിൽ എന്നിൽ നിന്ന്, നമ്മളിൽ നിന്ന്, നിങ്ങളിൽ നിന്ന് തുടങ്ങുകയാണ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട്സിലേക്ക് നമുക്ക് തിരിയാം. അതിൽ ആദ്യം വരുന്ന ഒരു മെറ്റാ പ്രയർ എന്ന് പറയുന്നത്, എൻ്റെ സുഹൃത്തുക്കൾ സുരക്ഷിതരായിരിക്കട്ടെ, എൻ്റെ സുഹൃത്തുക്കൾ സുരക്ഷിതരായിരിക്കട്ടെ. ഇത് നല്ല ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി, അല്ലെങ്കിൽ അവരോടൊരു ഓപ്പൺനെസ്സോട് കൂടി, സ്നേഹത്തോടു കൂടി തന്നെ പറയണം. എൻ്റെ സുഹൃത്തുക്കൾ സുരക്ഷിതരായിരിക്കട്ടെ. അടുത്തത്, എൻ്റെ സുഹൃത്തുക്കൾ ആരോഗ്യവാന്മാരായിരിക്കട്ടെ, അല്ലെങ്കിൽ ആരോഗ്യവതികളായിരിക്കട്ടെ. എൻ്റെ സുഹൃത്തുക്കൾ ആരോഗ്യമുള്ളവരായിരിക്കട്ടെ, എൻ്റെ സുഹൃത്തുക്കൾ ആരോഗ്യമുള്ളവരായിരിക്കട്ടെ. ഇത് നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് ഒന്ന് ഉറപ്പിക്കുകയാണ്, അവരിലേക്ക് സെൻഡ് ചെയ്യുകയാണ്. ലവ് ആൻഡ് കൈൻഡ്നെസ് മെഡിറ്റേഷൻ എന്നും കൂടി ഇതിന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ സ്നേഹവും ദയവും ഒക്കെ നമ്മളോടും നമ്മുടെ സുഹൃത്തുക്കളോടും ഒക്കെ സെൻഡ് ചെയ്യുകയാണ്. ഓക്കെ, ഇനി അടുത്ത ഇതിന്റെ ഒരു തലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. സുഹൃത്തുക്കളിൽ നിന്ന് മാറി നമ്മൾ ശത്രുക്കളിലേക്കും കൂടി മെർജ് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ഈ പറയുന്നത്. എൻ്റെ സുഹൃത്തുക്കൾ സന്തോഷവാന്മാരായിരിക്കട്ടെ, എൻ്റെ സുഹൃത്തുക്കൾ സന്തോഷമുള്ളവരായിരിക്കട്ടെ, എൻ്റെ സുഹൃത്തുക്കൾ സന്തോഷമുള്ളവരായിരിക്കട്ടെ. എൻ്റെ സുഹൃത്തുക്കൾ സമാധാനത്തോടു കൂടി സ്വതന്ത്രമായിട്ട് ജീവിക്കട്ടെ, എൻ്റെ സുഹൃത്തുക്കൾ സമാധാനത്തോടു കൂടി ജീവിക്കട്ടെ. എൻ്റെ സുഹൃത്തുക്കൾ ഫ്രീ ആയിരിക്കട്ടെ, സ്വതന്ത്രരായിരിക്കട്ടെ. എൻ്റെ ശത്രുക്കൾ സ്വതന്ത്രരായിരിക്കട്ടെ, എൻ്റെ ശത്രുക്കൾ സുരക്ഷിതരായിരിക്കട്ടെ, എൻ്റെ ശത്രുക്കൾ സന്തോഷമുള്ളവരായിരിക്കട്ടെ. അപ്പൊ ഈ പ്രയറുകൾ ഒരു 2-3 തവണ റിപ്പീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറയാം. ഈ ഓരോ പ്രയേഴ്സും ഇതേപോലെ തന്നെ വേണമെന്ന് നിർബന്ധമില്ല എന്ന് ഞാൻ പറഞ്ഞു. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാം. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാനെന്നുള്ള പെർസ്പെക്റ്റീവ്, ഫ്രണ്ട്സ്, എനിമി. ഇനി നമ്മൾ നെക്സ്റ്റ് ഇതിലേക്ക് എക്സ്പാൻഡ് ചെയ്യുകയാണ്. അപ്പം നമ്മൾ ഓരോ പ്രയറും ഒരു 3 തവണ റിപ്പീറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇത് അത്യാവശ്യം കുറച്ച് ടൈം എടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇതിന്റെ ഒരു എഫക്റ്റ് വളരെ ശക്തമാണ്. നമുക്ക് മറ്റുള്ളവരോടുള്ള കോപം നമുക്ക് ഒഴിവാക്കി കൊണ്ടുപോകാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ കൈൻഡ്നെസ് വർദ്ധിപ്പിക്കാൻ സഹായിക്കും, എമ്പതി വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. നമുക്ക് എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട്, നമുക്ക് എല്ലാത്തിനെയും അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനും ഒക്കെ ഈ മെഡിറ്റേഷൻ സഹായിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് കുറച്ച് തവണ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ എഫക്റ്റ് മനസ്സിലാവും. ഇനി ഇതിന്റെ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് പോവുകയാണ്. അപ്പൊ നമ്മളിൽ തുടങ്ങി, ഫ്രണ്ട്സിനെ പറഞ്ഞു, എനിമീസിനെ പറഞ്ഞു, അതിനുശേഷം നമ്മൾ ഓൾ ദ ബീയിങ്സ്, എല്ലാ സകല ചരാചരങ്ങളെയും കുറിച്ചും പറയുകയാണ്. മേ ഓൾ ദ ബീയിങ്സ് ഹാപ്പി എന്നുള്ള ആ ഒരു രീതിയിലേക്ക് പ്രേരണ നമ്മൾ കൺവേർട്ട് ചെയ്ത് കൊണ്ടുപോവുകയാണ്. എല്ലാ ജീവജാലങ്ങളും സുരക്ഷിതരായിരിക്കട്ടെ, എല്ലാ ജീവജാലങ്ങളും സുരക്ഷിതരായിരിക്കട്ടെ, എല്ലാ ജീവജാലങ്ങളും സുരക്ഷിതരായിരിക്കട്ടെ. എല്ലാ ജീവജാലങ്ങളും ആരോഗ്യമുള്ളവരായിരിക്കട്ടെ, എല്ലാ ജീവജാലങ്ങളും ആരോഗ്യമുള്ളവരായിരിക്കട്ടെ, എല്ലാ ജീവജാലങ്ങളും ആരോഗ്യമുള്ളവരായിരിക്കട്ടെ. എല്ലാ ജീവജാലങ്ങളും സന്തോഷമുള്ളവരായിരിക്കട്ടെ, എല്ലാ ജീവജാലങ്ങളും സന്തോഷമുള്ളവരായിരിക്കട്ടെ, എല്ലാ ജീവജാലങ്ങളും സന്തോഷമുള്ളവരായിരിക്കട്ടെ. എല്ലാ ജീവജാലങ്ങളും സമാധാനത്തിലും സ്വതന്ത്രവുമായിട്ട് ജീവിക്കട്ടെ, എല്ലാ ജീവജാലങ്ങളും സമാധാനത്തിൽ ജീവിക്കട്ടെ, എല്ലാ ജീവജാലങ്ങളും സ്വതന്ത്രരായിട്ട് ജീവിക്കട്ടെ, എല്ലാ ജീവജാലങ്ങളും സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കട്ടെ. അപ്പൊ ഇത് നമ്മൾ മനസ്സറിഞ്ഞ് പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ എഫക്റ്റ് ഫീൽ ചെയ്യും. ഞാൻ മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പ്രാണിക്കൂർജ്ജം നമ്മളുടെ കൈകൾക്കുള്ളിൽ, അല്ലെങ്കിൽ അത് സെൻസ് ചെയ്യാനൊക്കെ ഉള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് അതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഈ എനർജീസ് സെൻഡ് ചെയ്യുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് ഈ മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അത്ഭുത ലോകത്തേക്ക് തന്നെ ഈ മെഡിറ്റേഷൻ നമ്മളെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് ഈ എല്ലാ ബീയിങ്സിൽ നിന്നും, ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ആരോടെങ്കിലുമൊക്കെ ദേഷ്യം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മളോട് ദേഷ്യമുള്ളവരുണ്ടായിരിക്കും, ശത്രുതയുള്ളവരുണ്ടായിരിക്കും, പകയുള്ളവരുണ്ടായിരിക്കും, വിദ്വേഷമുള്ളവരുണ്ടായിരിക്കും. എല്ലാ മനുഷ്യനും അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട്. ഇതിന്റെ എല്ലാം മുകളിലേക്ക് വളരാനായിട്ടുള്ള ഒരു ഡോർവേ ആണ് മെറ്റാ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുക, നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുക. നന്ദി, നമസ്തേ.